ലാസ്റ്റത്തെ ബസ്സും വന്നു പോയി കേട്ടോ. റോഡുകളിലെല്ലാം പിന്നെ നടക്കുന്ന മനുഷ്യരൊന്നുമല്ല കേട്ടോ, ആനിമൽസ് ആയിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ തിരക്കുകളും സിറ്റി ലൈഫും സിഗ്നലും ട്രാഫിക്കും ബ്ലോക്കും എന്നാ പറയുക, ഈ കെട്ടിടങ്ങളും എല്ലായിടത്തു നിന്നൊക്കെ മാറി നമ്മുടെ പ്രകൃതിയുടെ ശാന്തസുന്ദരമായ ഒരു അടിപൊളി ഒരു സ്ഥലത്ത് പോയി താമസിച്ച് നമ്മുടെ ഈ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു വന്നാൽ നമുക്കൊരു അടിപൊളി യാത്ര അങ്ങ് പോയാലേ. വാൾപ്പാറയിലോട്ടാണ് പോകുന്നത്. അതിരാവിലെ തന്നെ കാട് കയറിയുണ്ട്. കാട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതേ സൂര്യനൊക്കെ ഉദിച്ചു വരുവാണ്, നല്ല ഗോൾഡൻ ലൈറ്റ്. മയിലിത് കൂട്ടമായിട്ട് നടക്കുന്നുണ്ട്. ആനയുടെ പരിപാടി കേട്ടോ. ഇന്നലെ ആത്തിലുള്ള പരിപാടിയാന്ന് തോന്നുന്നു. മലക്കപ്പാറന്ന് കയറി വരുമ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഇതിന്റെ റൈറ്റിലോട്ട് പോകുന്ന വഴി അടിപൊളി വഴിയാണ്. കാരണം വാൾപ്പാറയിൽ പോകുമ്പോൾ നമ്മൾ എന്താ റോഡും ബ്ലോക്കും ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നല്ല സ്വസ്ഥമായിട്ട് പോകുന്ന പറ്റിയ കിടിലം വഴിയാണത്. ഈ കാണുന്ന കലിമ്പ് വഴി ലെഫ്റ്റാണ് പോകേണ്ടത്. സ്ട്രേറ്റ് പോകരുത്. സ്ട്രേറ്റ് പോലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. വാൾപ്പാറ എന്ന് പറയുന്നത് വെറുതെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് വൈൽഡ് ലൈഫ് ആനിമൽസ് ഉള്ളതാണ്. ബസ് റൂട്ടാണ് കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ കാട്ടുപോത്തും തൊട്ടപ്പുറത്ത് പശു, സിംഹവാലം കുരങ്ങ് കേട്ടോ. കുറേ ഇരിപ്പുണ്ട്, കുറേ ലയങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെയുള്ളവരുന്ന് ഫുഡൊക്കെ കഴിച്ചത് നോർമലി ഇരിക്കണം. ഇത് പേടി കുറവായിരുന്നു. ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. നമ്മൾ സ്റ്റേ പോണ ഏരിയയാണ്. കാട്ടുപോത്ത് കൂട്ടത്തോടുകൂടി മേഞ്ഞ് ഇറക്കും കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ പശുവിനെയൊക്കെ തീറ്റാൻ വിടുന്ന പോലെ. അങ്ങനെ ട്രിപ്പ് തന്നെ വരുന്നത് ഇതുപോലുള്ള പേ പിടിച്ച പരിപാടിയെ കാണിക്കുമ്പോൾ വൈൽഡ് ആനിമൽസൊക്കെ അറ്റാക്ക് ചെയ്ത് മരണം ഉണ്ടായെന്ന് പറഞ്ഞ് വെറുതെ ഇറങ്ങണം. കാട്ടിക്കിടങ്ങണ കാട്ടുപോത്തിനെ ആനേനൊക്കെ എല്ലാവരും പഴിയാറുണ്ട്. റോട്ടിൽ നിന്ന് വരുത്തണം. അവൻ നേരെ ഇറങ്ങി അതിൻ്റെ അടുത്തോട്ട് പോകട്ടെ. മിക്കവാറും അവൻ്റെ കാര്യം തീരുമെന്ന് തോന്നുന്നു. കാട്ടുപോത്ത് അവനെ കുത്തി കൊല്ലുമെന്ന് തോന്നുന്നു. ഇന്ന സൈസ് ആന നോക്കി. ഇതിൻ്റെയൊക്കെ ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും ആ വിഷമം അങ്ങ് തീരും. വെള്ളം കുടിക്കുന്നവർ കാണിച്ച് തോന്നിയാത്തതിന് പലപ്പോഴും നമുക്കും അതിനൊരു ബുദ്ധിമുട്ടാകാറുണ്ട്. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. കുറേ കരിങ്കുരങ്ങ് ഒരു മലയണ്ണ പമ്മി കിടക്കും കേട്ടോ. കാട്ടി കാണുന്ന ചെങ്കീരി അമ്മയും മോനും തോന്നും. രണ്ടുപേരും കൂടി ചക്കയൊക്കെ പറിച്ച് തിന്നോണ്ടിരിക്കും കേട്ടോ. ആൾപ്പാറയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അടിപൊളി സ്ഥലമാണ് കൊരങ്ങുപുടി എന്ന് പറഞ്ഞ സ്ഥലം. ഒരു 7 മണി കഴിയുമ്പോൾ പിന്നെ ഒരു മനുഷ്യൻ ഉണ്ടായില്ല. പിന്നെ ഇവിടെ മൊത്തം പുലിയും കരടിയും കാട്ടുപോത്തൊക്കെ ആയിട്ടുള്ള വന്യമൃഗങ്ങളായിരിക്കും കേട്ടോ. കൊരങ്ങുമുടിയിലെ ലാസ്റ്റത്തെ ബസ്സും വന്നു പോയി കേട്ടോ. അതിനുശേഷം പിന്നെ ഈ റോഡുകളിലെല്ലാം പിന്നെ നടക്കുന്ന മനുഷ്യരൊന്നുമല്ല കേട്ടോ, ആനിമൽസ് ആയിരിക്കും. ഒരു മ്ലാവ്, അടുത്തൊരു മ്ലാവ്. അപ്പൊ ഞാൻ വാൾപ്പാറ വന്ന സ്ഥിരം ഫുഡ് കഴിക്കണ കട ചെയ്താ കേട്ടോ. ഇറങ്ങി നമ്മുടെ സ്റ്റേയിലോട്ട് എത്താൻ വന്നപ്പോഴേ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മെയിൻ റോഡിൽ തന്നെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് അതിരാവിലെ ആയപ്പോൾ നമ്മുടെ വാൾപ്പാറ റോഡിലോട്ട് കറങ്ങാൻ പോകണം. ഇത് വാൾപ്പാറയിലെ മറ്റൊരു ഏരിയ കേട്ടോ, തലനായർ എന്ന് പറയും. അമ്പോ ഇത് കണ്ടത് എല്ലാത്തിനും പശുവിനൊക്കെ പോയി മേയാൻ വിട്ട പോലെ നടക്കുക. അതേ ഈ ലൈറ്റിങ് എങ്ങനെ നോക്കി, അതിൻ്റെ ഒക്കെ മിസ്റ്റും തേയിലത്തോട്ടമൊക്കെ എൻ്റെ ഫോനെ എന്നെ കിടിലാന്ന് നോക്കി. കേക്കൊക്കെ കട്ട് ചെയ്ത് വെക്കില്ലേ, അടുക്കി ഇവിടെ തിരിഞ്ഞാലും പന്നി കുഞ്ഞുങ്ങളും പന്നിക്കൂട്ടങ്ങളും മാത്രം. നമ്മുടെ ഈ തലനാറിൻ്റെ എൻഡിങ്ങിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ടൗൺ ആട്ടാ. ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതമൊക്കെ ഉണ്ടാ. പുറം ലോകമായിട്ട് എന്തെങ്കിലും അറിയണമുണ്ടാന്ന് ചോദിച്ചേ, അടിപൊളി കേട്ടോ. തലനാറിലെ കാഴ്ചയും വാൾപ്പാറയിലെ കാഴ്ചയെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് തന്നെ മടങ്ങുവാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലൊരു യാത്ര ചെയ്യണം. നമ്മുടെ പല ടെൻഷൻ ഒഴിവാക്കാനും മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാനും ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ യാത്രയാണ്.